ഇത്രയും കിലോമീറ്റർ ചെയ്യണമെങ്കിൽ ഒരിക്കലും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. റെസ്റ്റ് മീൻസ് ഇപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് വെള്ളം കുടിക്കാൻ പോകുന്നു, അതെല്ലാം നമ്മൾ ഓടിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഇവിടെ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. കാരണം അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ നാട്ടിൽ വരുന്നത് 1-2 പ്രാവശ്യമാണ്. നമ്മൾ ടീം ജയിക്കാന്നായിരുന്നു നമ്മുടെ മെയിൻ എയിം. അങ്ങനെ അത്രയ്ക്ക് എനിക്ക് ചലഞ്ച് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. പക്ഷെ അതിനേക്കാളും ഉപരി വൈഫിനാണ് ഏറ്റവും കൂടുതൽ. ആ ഒരു സ്ഥലത്തിൽ തന്നെ 24 മണിക്കൂർ നിൽക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചലഞ്ചാണ്. നമ്മുടെ ഇപ്പൊ ഒരാള് 24 മണിക്കൂർ കണ്ടിന്യൂസ് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം നോക്കി നിൽക്കും. നമ്മൾ ഓവർകം ചെയ്താണ് അടുത്ത പ്ലേസ് കിട്ടിയത്. അപ്പത്തേക്കിന് നമുക്ക് വന്നപ്പോഴത്തേക്കിന് ആരും അറിഞ്ഞില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഈ എഫേർട്ട് ആരും അറിയാതെ പോകല്ലേ. പ്രതീക്ഷിച്ചാലാണ് പ്രശ്നം, നമുക്കാണ് നഷ്ടം വരുന്നത്. അല്ലാണ്ട് വേറെ ആൾക്കാർക്ക് ആർക്കും അതിൽ ഇതൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ ഇവന്റ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ എന്റർടൈൻമെന്റ് സാധനം ഇല്ല അതില്. എവിടെ എന്റർടൈൻമെന്റ് ഉണ്ടോ അവിടെ ആൾക്കാർ നിൽക്കുന്നതാണ് എന്റെ തോന്നൽ. ജിനോ ആന്റണി ആളാരാണെന്ന് മനസ്സിലായോ? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മൊത്തം കറങ്ങി നടക്കുന്ന ഒരു പേരാണ് ജിനോ ആന്റണി. ഫ്രാൻസിൽ 24 മണിക്കൂർ ലോക ചാമ്പ്യൻഷിപ്പിൽ 265 കിലോമീറ്റർ വേഗതയിലോടി രാജ്യാന്തര തലത്തിൽ 10ാമതെത്തിയ ഒരാൾ. ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം വന്നതാണ് അർജുൻ്റെ വീഡിയോ. അപ്പം അർജുൻ വഴിയാണ് ഈ ലോകം എനിക്ക് ഒന്ന് അറിയാൻ തുടങ്ങിയത്. ബാക്കി പിന്നെ ഫോളോ ചെയ്യായിരുന്നു. അപ്പം അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം. കാരണം വൈഫ് പറഞ്ഞു, എടാ ജീനോ നാളെ മറ്റേ ഇവർ വീഡിയോ ഇട്ടിട്ടുണ്ട്, അവർ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഷോക്കിങ്. ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായി പോയി, ദൈവമേ ഇത് ഇങ്ങനെയൊക്കെ പോയോ. പക്ഷെ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തന്നെയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, കഴിവ് മനസ്സിലാക്കാൻ തുടങ്ങിയല്ലോ. അതൊക്കെ വൈഫായാലും ഷോക്കായിരുന്നു. 24 മണിക്കൂറിൽ 265 കിലോമീറ്റർ ഓടി രാജ്യാന്തര തലത്തിൽ 10ാമതെത്തിയിരിക്കാം. അപ്പൊ ആ ഒരു ജയിച്ചൊരു നിമിഷം എന്തായിരുന്നു ഫീൽ? 10ാമത് ഓടിയെത്തി. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ പൊസിഷന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കിലോമീറ്റർ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും. അതായിരുന്നു എൻ്റെ മെയിൻ എയിം. അപ്പം ഏകദേശം 275 എൻ്റെ എയിം. പക്ഷെ അത് പറ്റിയില്ല. പക്ഷെ പൊസിഷൻ ഞാൻ ഒട്ടും ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നില്ല. അത് ഒരു ബോണസ് പോലെ കിട്ടിയൊരു സാധനമായിരുന്നു. കാരണം 24 മണിക്കൂർ എന്നെക്കാളും ഒരാൾ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന്. ആൾ ഇഞ്ചുറി കാരണം ഡ്രോപ്പ് ഔട്ടായി പോയതാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടീം ജയിക്കാമെന്നായിരുന്നു നമ്മുടെ മെയിൻ എയിം. കാരണം 3 പേര് ഏകദേശം ഒരു 270 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടീം മെഡൽ ഫസ്റ്റ് ആയിരുന്നു. നമ്മുടെ മെയിൻ എയിം അതായിരുന്നു, ഫോക്കസ് അതായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയ ബോണസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ചെറിയൊരു നേട്ടമല്ല. അപ്പോ വീട്ടിലോട്ട് വരുമ്പോഴാണ് ഒരു പ്രതീക്ഷ സ്വീകരിക്കാൻ വരുന്നത് വലിയൊരു നേട്ടം, അങ്ങനെ എന്തെങ്കിലും ഹോപ്പ്? ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ 2022 ഞാൻ ഒരു മെഡൽ അടിച്ചിട്ടുണ്ടായിരുന്നു. 3rd അടിച്ചു. 24 hours IAU എന്ന് പറഞ്ഞിട്ട് ഏഷ്യ ഓഷ്യാന, അതിലെനിക്ക് 3rd ആയിരുന്നു. അപ്പം അതിൽ ഞാൻ വിചാരിച്ചു എനിക്കത് വലിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പോൾ ഇതിലൊന്നും എനിക്ക് വലിയ ഹോപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം പ്രതീക്ഷ വെക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം. പ്രതീക്ഷ വെക്കാണ്ടിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ, സെയിം നോർമൽ ആക്ടിവിറ്റീസ് പോലെയാണ്. ഇല്ല, നമുക്ക് ഇതുപോലെ ആരും സ്വീകരിക്കാൻ വരണമെന്നൊന്നും വലിയൊരു നമുക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പം ആള് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ വീട്ടുകാർ മാത്രം, വീട്ടിൽ പപ്പയും മമ്മിയും ഞാനും കുഞ്ഞും പോയി. പപ്പയ്ക്കും മമ്മിക്കും ഞങ്ങൾ സസ്പെൻസാണ് കൊടുത്തത്. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ചേട്ടന് ഈ ബിരിയാണി വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ മമ്മീനെ കൊണ്ട് ഞാനത് പെട്ടെന്ന് എനിക്ക് വേണമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, മമ്മീനെ കൊണ്ട് അത് ഉണ്ടാക്കിച്ചു. പിന്നെ പപ്പ ഓഫീസിലായിരുന്നു. അപ്പോൾ പപ്പേനെ ഒരു ഫ്രണ്ട് വരുന്നെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. ഞങ്ങൾ പെട്ടെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് പോവുമായിരുന്നു ചെയ്തത്. ആള് ഇവർ പറഞ്ഞ പോലെ തന്നെ ടീം മെഡൽ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് ഇൻഡിവിജ്വലി ആൾ ഇത്രയും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷയില്ല. ആൾക്കും മീൻസ് ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് ശരിയായി വരണമല്ലോ. നമ്മുടെ ഇന്ത്യയിലെ ക്ലൈമറ്റും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ. അപ്പം ആള് പറഞ്ഞ പോലെ തന്നെ ആൾക്ക് ബോണസായിട്ട് കിട്ടിയൊരു ഇതാണ് ഇത്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇത് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന സാധനമാണ്. അവരാണ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതും. ആദ്യം ഇത്ര ക്വാളിഫിക്കേഷൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ അവരാണ് ഇറക്കുന്നത്. അപ്പം ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻ റേഞ്ചിൽ നമ്മൾ കവർ ചെയ്യണം അത്. അപ്പം ഈ പ്രാവശ്യം ഉണ്ടായിരുന്ന 225 കിലോമീറ്റർ ആയിരുന്നു.
അപ്പോൾ അത് കവർ ചെയ്ത് ആരൊക്കെ ഉണ്ട്, ഫസ്റ്റ് 6 ഉണ്ടോ അവരെയാണ് ആദ്യം ടീം സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇത് സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഇതിന് ഒരു ബന്ധമില്ല. കാരണം നമുക്ക് ഇപ്പോൾ ഒരു 12 മണിക്കൂർ ഒരു ചെയ്ത ഒരാളാണെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ പോയിട്ട് 24 hours നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഒരു ബന്ധമില്ല. ഇത് മെയിൻ അച്ചീവ് ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ചെയ്യുക, ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യാന്ന്, അത് അങ്ങനെയാണത്. ആക്ടേഴ്സ് കുറച്ചൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു KCLയുടെ ക്രിക്കറ്റ് ലീഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വിളിച്ചിട്ടൊരു ആദരവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഇവിടെ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. കാരണം അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ നാട്ടിൽ വരുന്നത് 1 or 2 പ്രാവശ്യമാണ്. അപ്പം അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു ആൾ ഇങ്ങനെ ഉണ്ടോയെന്ന് ആർക്കും അറിയത്തില്ല. ഇത് ഇപ്പം ക്വാളിഫിക്കേഷൻ ടൈം ഉണ്ടല്ലോ ഇന്ത്യയിൽ നടക്കുന്നത്, അതിൽ ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂറിൽ നമുക്ക് 2 മണിക്കൂർ നമുക്ക് ബ്രേക്ക് എടുക്കും. അത് ഇപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ചിലവർ ടൈം പാസ് രീതിയിൽ ചെയ്യുന്നവരുണ്ട്, ചിലവർ ക്വാളിഫൈ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്യും. ഇത്രയും കിലോമീറ്റർ ചെയ്യണമെങ്കിൽ ഒരിക്കലും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. റെസ്റ്റ് മീൻസ് ഇപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് വെള്ളം കുടിക്കാൻ പോകുന്നത് അതെല്ലാം നമ്മൾ ഓടിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. വെള്ളം കുടിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ക്വാളിഫിക്കേഷൻ റേസിൽ എൻ്റെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് വൈഫാണ്. ഫുൾ ടൈം വൈഫാണ് ആ 24 മണിക്കൂർ അവിടെ നിൽക്കുക. എനിക്ക് വലിയ ചലഞ്ച് ഫേസ് ചെയ്യാൻ അങ്ങനെ അത്രയ്ക്ക് എനിക്ക് ചലഞ്ച് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. പക്ഷെ അതിനേക്കാളും ഉപരി വൈഫിനാണ് ഏറ്റവും കൂടുതൽ ആ ഒരു സ്ഥലത്തിൽ തന്നെ 24 മണിക്കൂർ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചലഞ്ചാണ്. ക്വാളിഫിക്കേഷൻ നടക്കുന്നത് 400 മീറ്റർ സ്റ്റേഡിയത്തിലാണ്. അതിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അത് ഫാൻസി നടന്ന 1.5 കിലോമീറ്റർ ലൂപ്പിലായിരുന്നു. ലൂപ്പിലായിരുന്നു 1.5 കിലോമീറ്റർ. ഇവിടെ 400 മീറ്റർ നടക്കുമ്പോൾ അതിൽ 4 മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. പക്ഷേ ഇപ്പം ഈ ഫ്രാൻസിൽ വെച്ച് നടന്ന സംഭവം 1.5 കിലോമീറ്റർ ലൂപ്പ് ആയതുകൊണ്ട് ചേഞ്ച് ഇല്ല, ഒരേ ഡയറക്ഷൻ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഭാര്യയാണ് എന്നെ ഓടാൻ നേരത്തും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണിത്. കാരണം നമുക്ക് പാഷൻ മാത്രം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, കുടുംബം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പം അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒട്ടും പറ്റത്തില്ല. ഞാൻ അച്ഛനും അമ്മയും ഓൾറെഡി സ്പോർട്സിലായതുകൊണ്ട് എനിക്ക് സ്പോർട്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇന്ന ഓടണം എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല കൊച്ചിലെ. പക്ഷെ പയ്യെ വളർന്നു വന്നപ്പോൾ എനിക്ക് ഈ ഡിസ്റ്റൻസിനോട് ഭയങ്കര താല്പര്യം. ആ ഒരു ക്രേസ് അന്നും ഉണ്ടായിരുന്നു സ്കൂൾ ടൈമിൽ. പക്ഷെ ഞാൻ അറിയാണ്ട് പോയി. എന്ന് വെച്ചാൽ ഇപ്പം ഇടയ്ക്ക് ഞാൻ മാരത്തോണൊക്കെ ഓടാനായിട്ട് ഞാൻ എറണാകുളത്തും അവിടെ കോട്ടയത്തൊക്കെ ഞാൻ ഓടാൻ പോകാറുണ്ടായിരുന്നു. പക്ഷെ സ്കൂൾ ടൈം പഠിക്കുമ്പോൾ സൺഡേ ആയിരിക്കും സാറിന് മാരത്തോണൊക്കെ നടക്കാറ്. അത് ഞാൻ പോയിട്ട് ചെയ്തിട്ട് വരും. ചില സ്ഥലത്ത് ഞാൻ ജയിക്കാറില്ല, തോക്കും. പോയിട്ട് ചെയ്തിട്ട് വരും. പക്ഷെ എനിക്ക് ആ കഴിവ് ആ സമയത്തുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആരെങ്കിലും പറഞ്ഞു തരുമായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ, ഇന്ന വയസ്സിൽ നീ ഇത്രയും ചെയ്യുന്നു, അപ്പം നിനക്ക് ഫ്യൂച്ചറിൽ ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആർമി കയറിയതിന് ശേഷം ഒരു 8 വർഷത്തിന് ശേഷമാണ്. 8 വർഷം ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, നോർമൽ ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷം ഒരു സീനിയർ ഉണ്ടായിരുന്നു. ആളാണ് 21 കിലോമീറ്റർ അതൊക്കെ ഓടാൻ പോകുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനും വരാം. അങ്ങനെയാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ജേണി. അപ്പം പയ്യെ 21 ചെയ്തു, 21 42 ചെയ്തു. പയ്യെ ഈ ഡിസ്റ്റൻസിനോട് താല്പര്യം ഉണ്ടായതുകൊണ്ട് പയ്യെ ഡിസ്റ്റൻസ് കൂട്ടാന്നായിരുന്നു. അപ്പം 21 ചെയ്തു, പിന്നെ 42 ചെയ്തു. പരിശീലനം ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ഇത് ടൈം പാസ് എന്നുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അൾട്രയിൽ വന്നതിന് ശേഷം, അൾട്ര എന്ന് പറഞ്ഞാൽ 42 കിലോമീറ്റർ കൂടുതൽ ചെയ്യുന്ന ഇവൻ്റാണ് ഈ അൾട്ര എന്ന് പറയുന്നത്. ഈ അൾട്രയിൽ വരുന്ന മെയിൻ ചാമ്പ്യൻഷിപ്പ് റേസസ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ പുറത്ത് നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് റേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് 100 കിലോമീറ്ററും ഒന്ന് 24 hours. ഈ 2 റേസ് മാത്രമേ നടക്കാറുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരാളെ ഞാൻ കണ്ടായിരുന്നു ഈ ചെയ്യുന്ന ഇടയിൽ. അപ്പം ആളാണ് പറഞ്ഞത്, ഇങ്ങനെ നീ ഇത് മാത്രം ഫോക്കസ് ചെയ്യും, 100ഉം 24 മാത്രം ഫോക്കസ് ചെയ്യും. അപ്പം അങ്ങനെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ ജേണി സ്റ്റാർട്ടായത്. ഇല്ല, ഓൾറെഡി ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. ഇപ്പം എന്തൊക്കെയാ സമയത്ത് ഏതൊക്കെയാ വേണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി തലേദിവസം റഫായിട്ടൊന്ന് പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ആദ്യത്തെ കുറേ മണിക്കൂർ അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. പക്ഷേ ഒരു 16 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് അതിനെല്ലാം മാറി. കാരണം വെച്ചാൽ കുറേ ഹൈഡ്രേഷൻ സെയിം തന്നെ എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് ചിലപ്പം അത് ശരീരത്തിൽ പിടിക്കത്തില്ല, ചിലപ്പം അത് വേണ്ട എന്നുള്ള തോന്നൽ വരും. അങ്ങനെ കുറെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് മാറ്റി കൊടുക്കാറാണ് പതിവ്. ആദ്യത്തെ മണിക്കൂർ തന്നെ ചിലപ്പോൾ നിർത്താൻ തോന്നാറുണ്ട്. അപ്പം അതെങ്ങനെ ക്രോസ് ചെയ്യാന്നുള്ള മെന്റാലിറ്റി
നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. പെയിൻ ഉണ്ടാവും, വേദനകളുടെ കൂമ്പാരമാണ്. കാരണം തലേന്ന് തൊട്ട് കാല് വരെ ഓരോ സ്ഥലത്ത് ഓരോ വേദനയാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാന്നാണ്. അപ്പോൾ നമ്മളത് ചെയ്ത് ഞാൻ ഇത്ര ആയത്. കാരണം ആദ്യത്തെ 24 hours ഒക്കെ ഞാൻ ഒരു ഏകദേശം 8-9 24 hours ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. ഇതെങ്ങനെയാണ് സ്പീഡിൽ സ്ലോയും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളൂ? ഇതിപ്പോ ഞാൻ ഇപ്പൊ ചെയ്തതെന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ 11 കിലോമീറ്റർ. അപ്പൊ അങ്ങനെയാണ് 265 ആയത്. ഞാൻ പറഞ്ഞില്ലേ, ക്വാളിഫിക്കേഷൻ റേസ് നടക്കുന്നത് 400 മീറ്റർ ഗ്രൗണ്ടിലാണ്. അപ്പം ഒരു റൗണ്ട് ഞാൻ ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുകയല്ല. അപ്പം അടുത്ത റൗണ്ടിൽ എനിക്ക് ഇത് തരണം, അല്ലെങ്കിൽ ബനാനയോ അല്ലെങ്കിൽ ജെല്ലോ തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവും. ഇപ്പൊ ഇവിടെ എടുത്ത് വെച്ച് എന്നിട്ട് തരും. ആദ്യം ഞാൻ ഇതിനു മുന്നേ ഞാൻ ഒരു വേൾഡ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തൈവാൻ വെച്ചിട്ട്. ഇതിന്റെ 2 വർഷം മുന്നേ ആയിരുന്നു. അന്ന് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി നല്ല പ്രാക്ടീസ് ആയിരുന്നു. പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ പോയപ്പോൾ ഒരു 12 മണിക്കൂർ വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ തണുപ്പ് തുടങ്ങി, പിന്നെ മഴയായി, അങ്ങനെയെല്ലാം വന്നപ്പം എൻ്റെ ഫുൾ ബോഡി ഡൗൺ ആയി. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. തണുപ്പിനുള്ള ഐറ്റംസും പിന്നെ റെയിൻകോട്ട് ആയാലും അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ എനിക്കൊരു ഡൗൺഫോൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്തത് 204 കിലോമീറ്റർ. അപ്പം അതിൽ നിന്ന് ഞാൻ പഠിച്ചായിരുന്നു, ഇനി ഏതെങ്കിലും റേസ് ഉണ്ടായാൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഓൾറെഡി മെന്റലി ഞാൻ ഓവർകം ചെയ്യാനുള്ള എല്ലാം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ട്രെയിനിങ് എനിക്ക് അത്രയ്ക്ക് പാടായിരുന്നു. ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. ഒരു എനർജീവ ടീമിന്റെ അണ്ടറിലായിരുന്നു. അപ്പം നമുക്ക് കോച്ച് ഉണ്ടായിരുന്നു. കോച്ച് സന്തോഷം എന്ന് പറഞ്ഞിട്ട് ആളായിരുന്നു. പിന്നെ സ്ട്രെങ്ത് ചെയ്യാനായിട്ട് വിവേക് ഇവരുടെയൊക്കെ അണ്ടറിലായിരുന്നു. ട്രെയിനിങ് ഹാർഡായിരുന്നു. ഏകദേശം ഒരു 5-6 മണിക്കൂറിന്റെ ഒരു ഓട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റും പകലും. പിന്നെ 12 മണിക്കൂറിന്റെ ഒരെണ്ണം, 10 മണിക്കൂറിന്റെ ഒരെണ്ണം, 14 മണിക്കൂറിന്റെ ഒരു റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ തന്നെ നമ്മൾ ഓൾറെഡി ഫിറ്റായി, മെന്റലി ഫിറ്റായി. അപ്പം ഈ 24 മണിക്കൂർ ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനോ ആരെങ്കിലും സ്പോർട്സ് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ചിലപ്പം ഈ അവസ്ഥ ആയിരുന്നില്ല. ഫണ്ടാണ് മെയിൻ കാര്യം. ഇതിൽ നമുക്ക് ഫണ്ടില്ല. നമ്മൾ സ്വയം നമ്മൾ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിൽ പോകാൻ. പിന്നെ എന്റർടൈൻമെന്റ് സംഭവം ഉണ്ടല്ലോ, ക്രിക്കറ്റിൽ അതുണ്ട്. നമ്മളെ ഇപ്പൊ ഒരാള് 24 മണിക്കൂർ കണ്ടിന്യൂസ് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം നോക്കി നിൽക്കും. ഇപ്പൊ എന്റെ കേസിൽ ഞാൻ പറഞ്ഞു, എത്ര നേരം നോക്കി നിൽക്കും. പണ്ട് നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മൈൻഡും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ ഏകദേശം 24 മണിക്കൂർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ അവസ്ഥയല്ലല്ലോ ഇപ്പം. ഇപ്പം എല്ലാരും എനിക്ക് തോന്നുന്നു കേരളത്തില് പക്ഷെ കേരളത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ ഇതേപോലെ, ഞാൻ പറയുന്നില്ല എന്റെ ഇവന്റ് തന്നെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇപ്പൊ ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടമാണ്. അപ്പം ആ ഇതില് നമ്മൾ എക്സൽ ചെയ്യാന്ന് ഉള്ള കഴിവ് നമ്മൾ ഒരിക്കലും ലിമിറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് പ്രശ്നം. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, നമ്മളെ ഓവർകം ചെയ്യാന്നാണ്. പണ്ട് നമ്മുടെ ഇന്ത്യൻ മെന്റാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ പണ്ട് 150 ആയിരുന്നു നമ്മുടെ ഈ കേസ്, 24 മണിക്കൂറിന്റെ കേസ് ഞാൻ പറയാം. 150 ആയിരുന്നു ക്വാളിഫിക്കേഷൻ റേസ്. ആ ലെവലിൽ നിന്ന് ഇപ്പൊ ഒരു 4 വർഷം കഴിയുമ്പോൾ ഇപ്പൊ 225-30. പണ്ട് 270 ആയിരുന്നു വേൾഡ് ചാമ്പ്യൻ. എന്നുവെച്ചാൽ വേൾഡ് ചാമ്പ്യൻ വരുന്ന ആളെ ചെയ്ത് പിന്നെ കിലോമീറ്റർ ആയിരുന്നു 270 സെക്കൻഡും തേർഡൊക്കെ ആയിരുന്നു 265 ആ റേഞ്ചൊക്കെ. പക്ഷെ ആ ലെവലിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പയ്യെ അത് മാറി വരുന്നുണ്ട്. അത് സ്പോർട്സ് ഞാൻ പറയുകയാണെങ്കിൽ പഠിത്തത്തിൻ്റെ കൂടെ സ്പോർട്സും കൊണ്ടുപോകണം. അല്ലാണ്ട് ഇപ്പൊ സ്പോർട്സ് മാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴും അതിനോട് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല. കാരണം പഠിത്തത്തിൻ്റെ കൂടെ നമ്മൾ സ്പോർട്സ് കൊണ്ടുപോയാൽ കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ കേസാണ്, ഏകദേശം ഒരു 4-5 വർഷം ചെയ്യും. ആ 4-5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അത് വിടും. പക്ഷെ ആ സ്ഥാനത്ത് ഒരു 4-5 വർഷം കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പീക്ക് പെർഫോമൻസ് കിട്ടും. ഈ പീക്ക് പെർഫോമൻസ് കിട്ടാത്തതുകൊണ്ടാണ് ആൾക്കാർ എല്ലാവരും വിട്ടുപോകുന്നത്. അപ്പം ഒരു 10 വർഷമൊക്കെ ഒരു ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തായാലും നമുക്ക് സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. പേഷ്യൻസ് ഭയങ്കര കുറവാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ അവിടെ തുടങ്ങുന്ന എപ്പോഴെന്ന് വെച്ചാൽ 5 വയസ്സിൽ അല്ലെങ്കിൽ 6 വയസ്സിൽ ഓട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പീക്ക് വരുന്നത്. ഏകദേശം 15 വർഷം. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ.
ഇപ്പം 15 വർഷം ആകുമ്പോഴാണ് ശരിക്കും നമ്മുടെ ബോഡിയുടെ പെർഫോമൻസ് പീക്ക് വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ. ഇപ്പം ഈ ഒരു ഏകദേശം ഒരു 6-7 വർഷം കഴിയുമ്പോൾ ഇവിടെ ഉള്ളവർ പറയും, അത് ആരായാലും പറയും, അച്ഛനമ്മ എല്ലാവരും പറയും, എടാ പഠിക്കേണ്ട സമയമാണ്, കോളേജിൽ പോകേണ്ട സമയം, ജോലി കിട്ടേണ്ട സമയമാണ്. അപ്പൊ അതാണ് ആ വേരിയേഷൻ. സപ്പോർട്ട് കുറവായതുകൊണ്ട് അല്ല, അറിവില്ലായ്മയാണ്. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാക്കാം. കാരണം ഞാൻ പറഞ്ഞില്ലേ 10 വർഷം എടുക്കും. എന്റെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോഴും പറയുന്നത്. 10 വർഷമാണ് ഒരു ഏകദേശം ഒരു ഇവന്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോം ചെയ്യാൻ പറ്റിയ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്കോപ്പും സാധനം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എല്ലാവരും എന്താ പറയാ, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഈ എഫേർട്ട് ആരും അറിയാതെ പോകല്ലേ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു ഫീല്. അല്ലാണ്ട് ബാക്കി അംഗീകാരം ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചാലാണ് പ്രശ്നം, പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ സംഭവിക്കാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ് ആവും. പിന്നെ നമ്മൾ തന്നെ ആലോചിച്ചു, നമ്മൾ എന്തിനാ ചെയ്യുന്നത്, നമ്മുടെ തോട്ട് അതല്ലല്ലോ. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ പാഷൻ നമ്മളെ കൊണ്ടുപോകാന്നാണ്. എന്നുവെച്ചാൽ അതാണ് ഞാൻ അവരുടെ തന്നെ ഇത് തന്നെയാ പറയുന്നത്. നിങ്ങൾ പാഷൻ ഫോളോ ചെയ്യുക, ഏതെങ്കിലും ഒരു ദിവസം ആ സക്സസ് എന്തായാലും ഉണ്ടാവും. എന്നുവെച്ചാൽ ട്രസ്റ്റ് ദ പ്രോസസ്, ബി കൺസിസ്റ്റന്റ്. ബിഗ് ഇത് തന്നെയാണ് എപ്പോഴും എൻ്റെ ഫീൽഡിൽ ഞാൻ എക്സൽ ചെയ്യണം എന്നാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ബിഗ്. അത് എപ്പോൾ ഉണ്ടാവും എന്നറിയില്ല. ഞാൻ ആ പ്രോസസ്സിൽ കൂടെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് വർഷത്തിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഒരു ദിവസം നടക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ 2010 സ്കൂൾ പാസ് ഔട്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സ്പോർട്സ് കോട്ട ബേസിൽ ഞാൻ സെൻറ്റ് ജേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് BPEd ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് ഈ വീട്ടിലെ സാഹചര്യം വെച്ചിട്ട് ഞാൻ ആർമിയിൽ പോയത്. അപ്പം നോർമൽ ബർത്തി ആയിരുന്നു. അങ്ങനെ 8 വർഷം അത് നോർമൽ ആക്ടിവിറ്റീസ് എന്താണോ പട്ടാളത്തിൽ നടക്കുന്നത് ആ ആക്ടിവിറ്റീസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പെട്ടെന്ന് വന്നൊരു സംഭവമാണ്. കാരണം ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ. ടീം ഇവന്റ് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ പക്ഷെ അതിൽ പങ്കെടുക്കുമായിരുന്നു, പക്ഷെ വലിയ ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ ഇവന്റിനായിരുന്നു റണ്ണിങ്. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്. ലവ് മാരേജ് ഒന്നല്ല, നമ്മള് കാണുന്നത് തന്നെ ഒരു കല്യാണത്തിന് ഒരു ദിവസം മുന്നേ മുന്നെയാണ് കാണുന്നത്. അന്ന് ആ സമയത്ത് കൊറോണ ടൈം ആയിരുന്നു. അപ്പൊ വീട്ടുകാരെന്നെ ആലോചിച്ച് റെഡിയാക്കിയല്ല. അപ്പൊ ഞാൻ കൊറോണ സമയമായതുകൊണ്ട് ആ സമയത്ത് ആരും സ്ട്രെങ്ത് കുറവല്ലായിരുന്നു വിളിക്കും. അപ്പം ഒരു ദിവസം മുന്നേ ഞാൻ കണ്ട്. ഇല്ല, ഒരു 3 മാസം ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടാവും. ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ എന്താന്ന് മെന്റാലിറ്റി എന്താന്ന് ആൾക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സെയിം വൈബുള്ള ഒരാളായിരിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അല്ലെ വേറെ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മനസ്സിലാക്കുന്ന സെയിം ഫീലിങ്സ് സെയിം ആയിരിക്കത്തില്ല. ആദ്യം നമുക്ക് ചിലപ്പോൾ വിഷമം വരും, പക്ഷേ നമ്മളിത് കണ്ടു വന്നതുകൊണ്ട് ഇപ്രാവശ്യം വലിയ ഇതൊന്നും ഉണ്ടായില്ല. അന്ന് ആള് ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കിന് ഭയങ്കര മീൻസ് എന്താ പറയുന്നത്, ബോഡി ഫുള്ള് തളർന്ന് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വരെ നമ്മൾ വിചാരിച്ച സമയം ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര 24 hours എന്ന് പറയുമ്പോൾ ഭയങ്കര പെയിൻ ഉള്ളൊരു ആണ്. ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് മുമ്പോട്ട് പോകാൻ ഇനി പറ്റത്തില്ല എന്ന് തോന്നുന്നൊരു സമയമുണ്ട്. അപ്പം അതിനെയും നമ്മൾ ഓവർകം ചെയ്താണ് അടുത്ത പ്ലേസ് കിട്ടിയത്. അപ്പത്തേക്കിന് നമുക്ക് വന്നപ്പോഴത്തേക്കിന് ആരും അറിഞ്ഞില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്തു, ഇങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അതിന് ഇപ്പം സ്ട്രെസ് ആവുകയാണെങ്കിലേ അതിൽ ആർക്കും നഷ്ടം വരുന്നത്? നമുക്കല്ലേ നഷ്ടം വരുന്നത്. അത് പറയുന്ന ആള് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കാണ് നഷ്ടം വരുന്നത്, അല്ലാണ്ട് വേറെ ആൾക്കാർക്ക് ആർക്കും അതിൽ ഇതൊന്നും ഇല്ല. അപ്പം നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ സ്ട്രെസ്സായി നമ്മൾ ഡൗൺ ആവണം? നമ്മുടെ പാഷനല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്ന ലൈഫ്. അപ്പം നമ്മൾ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം സംഭവിക്കും. സംഭവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല,
പക്ഷെ നമ്മൾ നമ്മുടെ പാഷനല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്. നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവുമല്ലോ, ആ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ആണെങ്കിൽ ഭയങ്കര ഫീൽ ആയിരിക്കും. നമ്മൾ ടാർഗറ്റ് അച്ചീവ് ആയിരിക്കുമ്പോൾ ആ ഫീൽ ഉണ്ടാവത്തില്ല. നമുക്ക് ഓക്കെയാണ്, നമ്മൾ എപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ ടാർഗറ്റ് കിട്ടണം എന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും 24 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നെ വലിയ കാര്യം. അപ്പം അതിന് എപ്പോഴും എല്ലാ പ്രാവശ്യവും ഒരേപോലെ ആവണമെന്നില്ല. അഥവാ ബോഡി നമ്മളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ അതിന്റെ വലിയ കാര്യം. അപ്പൊ അതിന് സന്തോഷം. അവന് എന്താണ് ഇഷ്ടം അത് ആവട്ടെ. പക്ഷെ ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും. പക്ഷെ ഞാൻ എല്ലാരും പറയും അടുത്ത ഓട്ടക്കാരെത്തി. പക്ഷെ ഉണ്ട്. പക്ഷെ അടുത്ത ഓട്ടക്കാരെത്തി എന്നൊക്കെ പറയും. പക്ഷെ എനിക്കറിയില്ല, നമുക്ക് ചിലപ്പോ അവൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അയ്യോ അച്ഛൻ ഇത്ര ഓടുന്നു, എനിക്ക് വട്ടല്ലേ ഇത്ര എന്നൊക്കെ പറയാം. പക്ഷെ അവൻ എന്താണ് ഇഷ്ടം അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നാണ്. അടുത്തത് ഞാൻ 100 കിലോമീറ്റർ ഏഷ്യ ഓഷ്യാന തായ്ലൻഡ് വെച്ച് നടക്കുന്നു. നാളെ പോവാ. അത് കഴിഞ്ഞിട്ട്, അത് എന്റെ മെയിൻ റേസ് അല്ല. ഞാൻ 100 കിലോമീറ്റർ വലിയ ഫോക്കസ് ചെയ്യാറുണ്ടാവില്ല. 24 മണിക്കൂറാണ് എന്റെ മെയിൻ ഇവന്റ്. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഏഷ്യ ഓഷ്യാന ഉണ്ട് 24 ജപ്പാൻ വെച്ചിട്ട്. ഡേറ്റ് ക്ലിയർ ആയിട്ടില്ല. അപ്പൊ അതിനു മുന്നേ ഒരു ക്വാളിഫിക്കേഷൻ റേസ് ഉണ്ട്. അത് ചെയ്യണമെന്ന് അറിയില്ല ഇതുവരെ. സെലക്ഷൻ കമ്മിറ്റിയുടെ അനുസരിച്ചിരിക്കും. അതിന് വെയിറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, എന്റർടൈൻമെന്റ് സംഭവം ഉണ്ടല്ലോ. അത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ക്രിക്കറ്റ് ആണെങ്കിൽ ഫുൾ ടൈം നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് ആയാലും, ടെസ്റ്റ് സത്യം പറഞ്ഞാൽ ബോർ ഇവന്റ് അല്ലേ, 5 ദിവസത്തെ സംഭവമാണ്. അത് എല്ലാ ദിവസവും 9 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 4 മണി വരെ നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവന്റ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഒരു ദിവസം കൊണ്ട് തീരുന്ന സംഭവമാണ്. അപ്പം ഇതിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ഓടുന്നു, അതാരും കാണാൻ എന്റർടൈൻമെന്റ് സാധനം ഇല്ല അതില്. എവിടെ എന്റർടൈൻമെന്റ് ഉണ്ടോ അവിടെ ആൾക്കാർ നിൽക്കുന്നതാണ് എന്റെ തോന്നൽ. എല്ലാവരും ഒരു നല്ല ഫ്രണ്ട്സ് ഒക്കെയാണ്. അവരൊന്നും ഇപ്പൊ നമ്മളിപ്പോ ഓടുന്നതിന്റെ ഇടയിൽ ആരെയും ഡൗൺ ആവണമെങ്കിൽ പോലും അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ചെയ് ഡൗൺ ആവരുത്. കാരണം ഇതങ്ങനെ ഒരു സംഭവമല്ലേ. 24 മണിക്കൂർ നമ്മൾ എല്ലാവരും ശത്രു എന്നുള്ള രീതിയിൽ ചെയ്ത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുക എന്നാണ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇപ്പം 24 മണിക്കൂർ ഫുൾ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇപ്പൊ ഒരാളുടെ അടുത്ത് ഞാൻ പറയാം, എടാ നാളെ ഞാൻ 24 മണിക്കൂർ ചെയ്യാൻ പോവുക, ഞാൻ ഇത്രയും കിലോമീറ്റർ ചെയ്യും എന്ന് എനിക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. ഞാൻ ആദ്യത്തെ 24 മണിക്കൂറിന്റെ കേസ് പറയാം. അവസാനത്തെ 24. ആദ്യത്തെ 24 മണിക്കൂർ ഞാൻ ചെയ്തത് ചണ്ഡീഗഡ് വെച്ചിട്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്തത് 208 കിലോമീറ്റർ ആയിരുന്നു. അന്ന് ആ ഇവന്റ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എനിക്ക് എയർപോർട്ട് വന്നത്, ഞാൻ എന്നെ ഒരാൾ എടുത്തോണ്ട് ടാക്സി കയറ്റി എന്നിട്ട് ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് എത്തി. ആ ഓട്ടോക്കാരൻ എന്നെ എടുത്ത് മറ്റേ എയർപോർട്ട് ബസ് കയറ്റിയിട്ടാണ് ഞാൻ അങ്ങനെ എത്തിയത്. കാരണം ഫൈനാൻഷ്യലി നോക്കണ്ടേ, കാരണം അതൊന്നും ഇഷ്യൂ ആണ് ആ സമയത്ത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇപ്പൊ 24 മണിക്കൂർ ഇപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസം ഓടാൻ പറ്റും. ഗെയിം നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോഴും ഇപ്പൊ ഞാൻ 6 വർഷമായുള്ളൂ. അപ്പം ഇതേപോലെ കൺസിസ്റ്റന്റ് എനിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് വേൾഡിൽ എവിടെയെങ്കിലും അവിടെ എത്താൻ പറ്റുമെന്നാണ്